അപ്പോൾ നമ്മളിന്ന് ഒരു ചെറിയ യാത്ര പോവുകയാണ്. പോകുന്നത് വേറെ എങ്ങോട്ടുമല്ല, നമ്മുടെ വീടിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് ദൂരം മാറിയിട്ടുള്ള സ്ഥലമായ ഈരാറ്റുപേട്ടയിൽ സ്ഥിതി ചെയ്യുന്ന ഇല്ലിക്കൽ കല്ല് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്ന് പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് ഇതുപോലുള്ള പഴയ കാലത്തെ കടകളില്ലേ, ആ മോഡൽ കടകളൊക്കെയാണ് കൂടുതലും ഈ സൈഡിലേക്ക് കാണാനായിട്ടുള്ളത്. പിന്നെ റോഡുകളിലാണെങ്കിലും അധികം വണ്ടികളോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. പിന്നെ ഒരു കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഇങ്ങോട്ടുള്ള ഒരു യാത്ര എന്ന് പറയുന്നത് ഒരിക്കലും നമുക്കൊരു മടുപ്പ് തോന്നിയല്ലാത്ത യാത്രയാണ്. കാരണം പോകുന്ന വഴി കാണാൻ ഒരുപാട് കാഴ്ചകളുണ്ട്. ഇതേ കണ്ടില്ലേ, ഇതുപോലെയുള്ള കുന്നും മലകളും ഒക്കെ നിറഞ്ഞ കാഴ്ചകൾ ഒരുപാട് കാണാനായിട്ടുണ്ട് കേട്ടോ. അതുകൂടാതെ കുറേ അരുവികളും ഒക്കെ ആയിട്ട് നല്ലൊരു അടിപൊളി യാത്ര തന്നെയായിരിക്കും ഈ ഇല്ലിക്കൽ കല്ലിലേക്കുള്ള യാത്ര. പിന്നെ നമ്മൾ പോകുന്ന സമയത്ത് മഴക്കാറുള്ളതുകൊണ്ട് തന്നെ മഴ പെയ്യോ ഇല്ലയോ എന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ യാത്രയുടെ ഗതി മാറ്റിയ ഒരു റൂട്ടാണിത്. കാരണം നമുക്ക് വഴി അറിയാൻ പാടില്ലാത്തതുകൊണ്ട് തന്നെ ഗൂഗിൾ മാപ്പ് നോക്കിയിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിത് ഈ വഴി തെറ്റി ഏതോ റൂട്ടിൽ കൂടെ കയറി പോവുകയാണ്. ഈ റോഡാണെങ്കിൽ ഒന്നിനും കൊള്ളില്ലാത്തൊരു റോഡും, കാരണം മൊത്തവും ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുവാണ്. പക്ഷേ സൈഡിലൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഒരുപാടുണ്ടായിരുന്നു കേട്ടോ, അരുവിയും അങ്ങനെയൊക്കെ ആയിട്ട്. പക്ഷേ റോഡ് ഒരു വകയ്ക്ക് കൊള്ളിയല്ലായിരുന്നു. അങ്ങനെ നമ്മളിതേ ഏതൊക്കെയോ മലയുടെ മണ്ടയിലേക്ക് ആട്ടോ കയറി പോയത്. അപ്പോൾ അതൊക്കെ തിരിച്ചിറങ്ങി പോരുവാണ്. ഏറ്റവും ടോപ്പിൽ ചെന്നപ്പോൾ ഒരു ചേട്ടനെ കണ്ടു. അപ്പോൾ പുള്ളിയാണ് പറഞ്ഞത് വഴി തെറ്റി, ഇതല്ല വഴി, അപ്പുറത്തുനിന്ന് തിരിഞ്ഞാണ് പോകേണ്ടതെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ കയറിയ മലയൊക്കെ പതിയെ പതിയെ ഇറങ്ങി പോരുക. ശ്രദ്ധിച്ച് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വീഴും വണ്ടിയിൽ നിന്ന്. കാരണം ഈ ചരളും കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ റോഡിൽ കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സൂക്ഷിച്ച് വന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മറിഞ്ഞു വീഴും. അപ്പോൾ പോകുന്ന വഴിക്ക് കണ്ട നല്ലൊരു അടിപൊളി കാഴ്ചയാണ് കേട്ടോ. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഭംഗി തോന്നുമെന്ന് എനിക്കറിയില്ല, കാരണം എൻ്റെ ഫോണിന് ക്ലാരിറ്റി കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രത്തോളം ഭംഗി തോന്നും എന്നൊന്നും അറിയില്ല. നിങ്ങൾ ഇവിടെ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഒന്നും വന്നു പോകേണ്ട സ്ഥലം തന്നെയാണ് കേട്ടോ. കാരണം നല്ല അടിപൊളിയാണ് കാണാൻ വേണ്ടിയിട്ട്. കാരണം അത്രയും ഹൈപ്പിലേക്കല്ലേ നമ്മൾ കയറി പോകുന്നത്. അപ്പം അവിടുന്ന് താഴേക്കുള്ള കാഴ്ചകളെന്നൊക്കെ പറയാൻ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. കോടയൊക്കെ കയറിയിട്ട് കിടക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഏകദേശം ഞങ്ങൾ ഇല്ലിക്കക്കല്ലിൻ്റെ അടിവാരത്ത് എത്താറായിട്ടുണ്ട്. അപ്പോൾ കയറി പോകുന്ന വഴികളിൽ മൊത്തം ഈ കുന്നിലൊക്കെ ഇങ്ങനെ പള്ള പിടിച്ച് കിടക്കുവാണ്. അപ്പോൾ അവിടെ ഒരു കത്തിയ കാറൊക്കെ കിടപ്പുണ്ട് കേട്ടോ. അപ്പം കയറ്റമായതുകൊണ്ട് തന്നെ നമുക്ക് മുകളിലേക്ക് കയറുന്തോറും ചെവി ചെറുതായിട്ടൊക്കെ അടഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അതൊന്നും വക വെക്കാണ്ട് നമ്മൾ പോയി. കാരണം അതിൻ്റെ മുകളിൽ ചെന്ന് അത്രയും ഭംഗിയായിരിക്കുമല്ലോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് കുറച്ചൊക്കെ നമ്മൾ സഹിക്കേണ്ടി വരും. അപ്പോൾ ഫൈനലി ഞങ്ങൾ അങ്ങനെ ഇല്ലിക്കക്കല്ലിൻ്റെ അടിവാരത്തെത്തി. നല്ലൊരു അടിപൊളി കാഴ്ചയാണ് കാണാൻ വേണ്ടിയിട്ട്. ഒരു സൈഡ് മഴക്കാറും മറ്റേ സൈഡ് ഒക്കെ വെയിലൊക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി കാഴ്ച. ഞങ്ങളിത് അങ്ങനെ ഇല്ലിക്കക്കല്ലിലേക്ക് കയറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കയറുന്നത് ബാക്ക് സൈഡ് വഴിയാണ്. എനിക്ക് തോന്നുന്നു ഒന്നുകൂടെ എളുപ്പം ഫ്രണ്ട് സൈഡ് വഴി കയറി പോകുന്നതാണ്. കാരണം ബാക്ക് സൈഡ് അത്രത്തോളം ഡേഞ്ചർ ആയിട്ടുള്ളതാണ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ കുഴപ്പമില്ല, പക്ഷേ കുറച്ച് ടോപ്പിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കയറി പോകാൻ വേണ്ടിയിട്ട്. കാരണം എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല ഇത്രയും ഡേഞ്ചറാണ് ഈ ബാക്ക് സൈഡ് എന്നുള്ളത്. കാരണം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത്. അപ്പോൾ എന്നോട് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞിട്ടും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതറിയാത്തത് കൊണ്ട് തന്നെ ഞാൻ മുകളിലേക്ക് വലിയ കുഴപ്പമില്ലാണ്ട് കയറി ചെന്നു. അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒട്ടും കയറില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഫൈനലി ഞങ്ങൾ ഏറ്റവും മുകളിൽ എത്തിയിട്ടുണ്ട്. ഇത് ബാക്ക് സൈഡിൻ്റെ ഇപ്രവശമാണ്. ഏറ്റവും മുകളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അവിടെ ചെന്നതേയും മടുത്തിരിക്കുകയാണ് ചെയ്തത് കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ കോട കയറി മൊത്തം മൂടി തുടങ്ങി. കാരണം നല്ല മഴക്കാറും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അത്രയും ടോപ്പിലായതുകൊണ്ട് തന്നെ നല്ലപോലെ കോടയൊക്കെ കയറി മൊത്തം മൂടിയിട്ടുണ്ടായിരുന്നു. നമുക്ക് ചുറ്റുമുള്ള ഒന്നും കാണാൻ പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നെ അവിടെ നിന്നിട്ട് വലിയ കാര്യമില്ലാത്തതുകൊണ്ട് കുറച്ച് നേരം അവിടെ സമയം സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ചിറങ്ങുകയാണ് ചെയ്തത്. മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ താഴത്തേക്ക് പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്ത് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ.